ഹായ് ഫ്രണ്ട്സ്, അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയറിന് നമുക്കൊരു കുക്കീസ് ഉണ്ടാക്കി നോക്കാം. 10 ഗ്രാം മാവിന്റെ കണക്കാണ്. ഡാർക്ക് ചോക്ലേറ്റ് 100 ഗ്രാം, ചോക്ലേറ്റ് ചിപ്സ് സെമി സ്വീറ്റാണ് 100 ഗ്രാം, പിന്നെ 2 മുട്ട, പിന്നെ ശർക്കര 100 ഗ്രാം, ഷുഗർ ബ്രൗൺ ഷുഗർ ആണ് 100 ഗ്രാം, ഒരു 110 ഗ്രാം ബട്ടർ, പിന്നെ ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സിന്നമോൺ പൗഡർ, വാനില എസൻസ്. അപ്പൊ ഇത്രയും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല വൃത്തിയുള്ള ഡ്രൈ ആയിരിക്കുന്ന ഒരു ബൗളിനകത്ത് ഞാൻ 210 ഗ്രാം മൈദമാവ് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡയാണ് കൂടുതൽ കേട്ടോ. പിന്നെ സീ സാൾട്ടാണ് ചേർക്കുന്നത്. നമ്മൾ അയഡൈസ്ഡ് സാൾട്ട് അല്ലാതെ പ്രത്യേകം ഓർക്കണം. സീ സാൾട്ട് 1/2 ടീസ്പൂൺ, പിന്നെ സിന്നമോൺ പൗഡർ 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് പിങ്ക് സാൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ജാഗറി വേണ്ടെന്നുണ്ടെങ്കിൽ പകരം ആ ക്വാണ്ടിറ്റിയിൽ തന്നെ ഷുഗർ ചേർക്കാം. അപ്പം 100 എന്നുള്ളത് 200 ഗ്രാം ബ്രൗൺ ഷുഗർ ചേർക്കാം. അത് പൊടിക്കണ്ട, ഈ കുക്കീസിനത് പൊടിക്കരുത്. ഇനി ബ്രൗൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അൺറിഫൈൻഡ് ബ്രൗൺ ഷുഗർ ആണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ആണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ അരിപ്പയിലൂടെ നിങ്ങൾക്ക് അരിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആകണമെന്നേ ഉള്ളൂ. ഞാൻ അൺറിഫൈൻഡ് ബ്രൗൺ ഷുഗർ ആണ് എടുത്തത് കേട്ടോ. അപ്പോൾ അൺറിഫൈൻഡ് ഷുഗർ ആണ് നമ്മൾ എപ്പോഴും നല്ലത്. ജാഗറി എടുത്തതും ഓർഗാനിക് ജാഗറിയാണ്, ജാഗറി പൗഡറാണ്, അല്ലാതെ നമ്മൾ കട്ട വാങ്ങിച്ച് പൊടിച്ചതല്ല. ഓർഗാനിക് ജാഗറി പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്കിനി ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ 110 ഗ്രാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. എപ്പോഴും അത് ഓർക്കണം, എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ആയാലും കുക്കീസ് ആയാലും ഒന്നും നന്നായി വരില്ല. അപ്പോൾ ഞാൻ ഈ ജാഗറിയാണ് ചേർത്ത് കൊടുത്തത്. ജാഗറിയും ബട്ടറും കൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ബ്രൗൺ ഷുഗറും ചേർത്ത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ മൊത്തം ബ്രൗൺ ഷുഗർ ആക്കാം. പിന്നെ വൈറ്റ് ഷുഗറേ ഉള്ളെങ്കിൽ അതെടുക്കാം. ജാഗറി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കും. ആദ്യം ചെറുതായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, കാരണം ഇങ്ങനെ മുഴുവൻ തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടി. ഒന്ന് മിക്സ് ആയ ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. നമുക്ക് ഈ ബീറ്ററിൽ കുറേ പറ്റിയിരിക്കുന്ന എല്ലാം നീക്കിയിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നീക്കി ഇടാൻ വേണ്ടി സൈഡിലൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സൈഡിലൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതെല്ലാം നന്നായിട്ട് നീക്കിയിട്ട ശേഷമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സൈഡിലൊന്നും പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ വേണമെന്നില്ല, ഹാൻഡ് ബീറ്റർ വെച്ച് ചെയ്യാം. അപ്പം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തു. ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ്, മുഴുവനും കാണിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പം ഇനിയിപ്പോൾ നമുക്ക് മുട്ട ചേർക്കാൻ സമയമായി. അപ്പോൾ നമുക്കത് കുറച്ച് ഇങ്ങനെ ഉടച്ചൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് മുഴുവനായിട്ട് നമുക്ക് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതും ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് സൈഡിൽ നിന്നുള്ള എല്ലാം സ്ക്രേപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്പാച്ചില വെച്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്ത മുട്ടയും കൂടി ചേർക്കാം. അല്പം കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി മുട്ട കൂടി ചേർക്കാം. അതും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകട്ടെ കേട്ടോ. ഇനി നമുക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ കുക്കീസ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വളരെ ഈസിയാണ്. 2 കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ പഞ്ചസാര പൊടിക്കണ്ട, ഇതിന് പൊടിച്ച പഞ്ചസാരയല്ല. 2 ഈ ബട്ടറും ഷുഗർ നന്നായിട്ട് മിക്സ് ആവണം. അല്ലെങ്കിൽ
നമ്മുടെ ഈ കൺസിസ്റ്റൻസിയൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളെ മാവും ചേർത്ത് ചോക്ലേറ്റ് ചിപ്സും ചേർക്കാം. ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് പിന്നെ ചോക്ലേറ്റ് ബാറ് പൊടിച്ചതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. വെറുതെയെങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് സമയം മതി, 1 മണിക്കൂറിനകം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അത് സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയെടുത്തു. ഇനി നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ മാവും ചേർക്കണം, ചോക്ലേറ്റ് ചേർക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഇതിൽ മാവ് ചേർക്കുമ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേ നമ്മൾ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് റെഡിയാക്കി വെക്കണം. അതുപോലെ നമ്മുടെ അവൻ 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാനും വെക്കണം. അപ്പോൾ നമുക്ക് 2-3 തവണയായിട്ട് ഈ മാവ് കുറേശ്ശെ ചേർത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഒറ്റയടിക്ക് നമ്മളത് മുഴുവനും ഇട്ട് സ്പീഡ് കൂട്ടിയൊന്നും ചെയ്യരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാക്കി കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് ബാർ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂടെ നമ്മളിനി നമ്മുടെ ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. കുക്കീസ് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അതും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്രിസ്മസിന് പ്ലം കേക്ക്, നല്ല പ്ലം കേക്കായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. ഇതിൻ്റെ ബാറ്റർ കേക്ക് പോലല്ല, കുറച്ചുകൂടി തിക്കാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. ഈ കുക്കീസിൻ്റെ ഇങ്ങനെ ഇത്രയും തിക്കായിരിക്കും. നമുക്കിനിയിപ്പോൾ റെഡിയായി. നമുക്കിനി ഇത് സ്കൂപ്പ് ചെയ്തിടാം. കുക്കി സ്പൂണുണ്ട്. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുഴിയുള്ളൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ടേബിൾ സ്പൂണില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. കുക്കീസ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റാണ് എടുത്തത്. നിങ്ങൾ 10 മിനിറ്റ് ആകുമ്പോൾ നോക്കുക. റെഡി ആയില്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് ഉപയോഗിച്ച് നിങ്ങൾ കുത്തി നോക്കിയാൽ മതി. റെഡി ആയില്ല, അത് വെറ്റാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കുക. അത് നിങ്ങളുടെ അവനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.